എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല വറുത്തരച്ച പിടിയാണ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ, എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല വറുത്തരച്ച പിടിയാണ് കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ പിടി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പയറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഇത് ഞാൻ ഒരു വ്യത്യാസമായിട്ട് കടല വറുത്തരച്ച പിടിയാണ് ഉണ്ടാക്കണേ. അതിനിപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ഞാൻ മല്ലിമുളകും, അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിന് രണ്ടും കൂടി മിക്സ് ചെയ്താണ് വെച്ചേക്കണേ കേട്ടോ, വറുത്ത് പൊടിച്ച് വെച്ചേക്കണത്. അപ്പം അതും ഇട്ടിട്ട് ഞാനിത് ഗ്യാസിൽ ഒന്ന് ഒരു കടായിൽ ഞാൻ വറുത്ത് ഇരിക്കുകയാണ്. ഒരുവിധം നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ, ലൈറ്റ് ബ്രൗണിഷ് കളർ ആവണ വരെ ഇത് നന്നായിട്ട് വറക്കുക. ഇപ്പുറത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു കുക്കറിൽ ഞാൻ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കുക്കറിൽ ഞാൻ കടല കണ്ടില്ലേ, കടല വേവിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ ഇനി കടലക്കറി ഉണ്ടാക്കിയിട്ട് വേണം പിടിയുടെ കൊഴുക്കട്ടയില്ലേ, അതല്ലേ പിടി എന്ന് പറയുന്നത്, ആ ചെറിയ കോഴിക്കട്ട ഉണ്ടാക്കണത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യണത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തേങ്ങ ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഇത് വറുത്ത് കഴിഞ്ഞു. ഇനി ഈ തേങ്ങ വറുത്തരച്ച് കടലയിൽ ചേർത്തിട്ട് ഞാൻ അതിലാണ് ഈ പിടി ഉണ്ടാക്കിയിട്ട് ഇടുക. പിടി എന്ന് പറയുന്നത് കോഴിക്കട്ട, ചെറിയ ചെറിയ കോഴിക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാക്കി കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കാമെന്ന് നിങ്ങളെ ഞാൻ സ്റ്റെപ്പ് ബൈ കാണിക്കാം. അല്ലെങ്കിൽ എല്ലാം കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിനി ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം കേട്ടോ. കോഴിക്കട്ട ഉണ്ടാക്കാനുള്ള കുറച്ച് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഏകദേശം അറിയാലോ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു 3 ഗ്ലാസ് ആണ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി കേട്ടോ. അത്രയും വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ട് നമ്മൾ അതിൽ അരിപ്പൊടി ഇടുക. അത് നമ്മുടെ എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് പൊടി മതിയാവും, 2 കപ്പ് കേട്ടോ, അത്രയും മതിയാവും. അപ്പോൾ ഞങ്ങളിവിടെ 4 പേരാണ്, ഞാനും ഹസ്ബൻഡും മോനും പിന്നെ മദറിലോ, അങ്ങനെ 4 പേരാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതാ കടല ഒന്ന് ഇതാ കുറച്ച് ഉപ്പിട്ടു, അതിനുശേഷം അപ്പോഴല്ലേ കോഴിക്കട്ടയിൽ ആ ഒരു മധുരം വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ആ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നെയ്യ് ഒഴിച്ചു, 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പൊടി നിങ്ങൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പോലെ തന്നെ സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ കോഴിക്കട്ട. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങിട്ടോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ അളന്ന് വെച്ച അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇടുക. ഞാനൊരു 2 ഗ്ലാസോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിട്ടിട്ട് നന്നായിട്ട് കണ്ടില്ലേ, ഞാൻ അളന്ന് വെച്ചതാണ് 2 ഗ്ലാസ്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഗ്യാസ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ, കാരണം ആ ഒരു ചൂടിൽ ഇത് കുക്കായി കിട്ടും. അപ്പം നല്ല സോഫ്റ്റ് ആവും, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് വേണം ഇത് നമുക്ക് എന്താ പറയുക ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം ഈ ചൂടിൽ നമുക്ക് കിട്ടില്ലല്ലോ കുഴച്ചെടുക്കാം. ഇപ്പം ഓൾമോസ്റ്റ് ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഒന്ന് ചൂടാറിയിട്ട് ഞാൻ കൈ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ ഇത് നന്നായിട്ട് ഇതുകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാം കാണിക്കാൻ നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കൈ തൊടാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആണെങ്കിൽ ഇത് പഞ്ഞി പോലെ ഇരിക്കും ഈ പിടി എന്ന് പറയുന്ന കോഴിക്കട്ട കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇത് ഉരുട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം.
ഇപ്പം ദാ ഞാൻ കുറച്ചെടുത്തതാ ഇങ്ങനെ ഉരുട്ടുക കേട്ടോ. ദേ കണ്ടില്ലേ, ഇങ്ങനെ ഉരുളകളായിട്ട് ഉരുട്ടുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. കാരണം ഇത് മൊത്തം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഉരുട്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനിത് പറഞ്ഞല്ലോ, ഞാനിത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. വീട്ടമ്മമാർക്കൊക്കെ അറിയും. അപ്പം നല്ല ചൂടുണ്ട്. അപ്പം ചൂട് മാറിയിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ രണ്ടെണ്ണം ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ഞാനിത് മുഴുവനൊന്ന് ഇരുന്നിട്ട് ഒന്ന് ഉരുട്ടട്ടെ കേട്ടോ. ഞാനൊരു സ്റ്റീമറിൻ്റെ താഴത്തെ പാത്രം വെച്ചു. ആ സ്റ്റീമറിൻ്റെ ആ ഒരു ഇത് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഉരുട്ടിയത് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ എല്ലാം ഇങ്ങനെ വെച്ച ശേഷം ഞാൻ ഗ്യാസ് കത്തിക്കും. വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യും. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ജസ്റ്റ്. ഇനി ഞാൻ ഇത് മുഴുവനും ഉരുട്ടി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം എന്താ ഞാൻ ഇത്രയും അത് ഉരുട്ടിയിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിക്കുകയാണേ. അപ്പം നിങ്ങൾക്ക് തോന്നാം ഇത് വ്യത്യാസമായിട്ടുള്ള അടുക്കള, ഇതെൻ്റെ തൃപ്പൂണിത്തറ വീട്ടിലടുക്കളയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ലിഡ് വെച്ചിട്ട് അടയ്ക്കുകയാണ്. ഇതൊന്നാവട്ടെ, കുക്കാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മറ്റേ കോഴിക്കട്ടയുടെ ഇത് കുക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഞാനിപ്പോൾ കടുക് വറുത്തിട്ടു, അതിൽ കടലപ്പരിപ്പ് ഇട്ടു, പിന്നെ കരിവേപ്പില ഇട്ടു, പിന്നെ ചെറിയ ഉള്ളി. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അതൊരു സൈഡിൽ നടക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയാം. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ വറുത്തരച്ചത്, മല്ലി മുളകൂട്ട് വറുത്തരച്ചത് അരച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് വഴറ്റാനുള്ളത് എന്ന് പറയുന്നത്, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ കടുക് വറുത്തിട്ടു, അതില് കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ഇടാം കേട്ടോ. അപ്പം ഇത് ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മൾ വേണ്ടത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് കൂടി വറുത്തിടണം. അപ്പോൾ ഇത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പണി എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. അപ്പം നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ എൻ്റെ എല്ലാ കുക്കിങ്ങിന്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അതായത് ഇപ്പോൾ ഈ കോഴിക്കട്ടയുടെ. അപ്പം ഞാൻ ഇനി നിങ്ങളെ കാണിക്കാം. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കടല ഇട്ടു കേട്ടോ. കണ്ടില്ലേ, കടല വേവിച്ചെടുത്തു. അപ്പോൾ ഓരോന്നോരോന്നും നിങ്ങളെ കാണിച്ചു തരാം. ക്യാമറ ഞാൻ ട്രൈപോഡിൽ വെച്ച് ചെയ്യണതുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത്, ഞാനിവിടെ അരച്ചു വെച്ചു എന്ന് പറഞ്ഞില്ലേ, ആ അരപ്പ് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദേ ഇങ്ങനെ നല്ല വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പും ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കാരണം ഇത് കുറച്ച് വെള്ളം വേണം. വല്ലാണ്ട് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ കോഴിക്കട്ടയില്ലേ അതിന്റെ ആ ഉണ്ടകളില്ലേ, അതായത് ആ ബോൾ പോലെ നമ്മൾ ഉരുട്ടി വെച്ചേക്കണില്ല, അത് ഓൾറെഡി ഞാൻ സ്റ്റീമറിൽ വേവിച്ചെടുത്തതാണ്. അത് ഇടുമ്പോൾ അത് കുറച്ച് മീൻസ് കടലക്കറിയുടെ ആ വെള്ളം കുറച്ച് അബ്സോർബ് ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് വെള്ളം കുറച്ച് കൂടുതൽ വേണം. അത് അബ്സോർബ് ചെയ്യുമ്പോഴേ ഞാൻ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ഉപ്പ് കുറവാണ്, അപ്പൊ ഞാൻ ഉപ്പിടുകയാണേ. ഞാനിപ്പോ കടലക്കറി വേവിച്ചപ്പോ കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് നിങ്ങളുടെ ഇതിലിടുക കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാം വേണം. അപ്പോൾ എന്നിട്ട് ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കുകയാണ്. ഞാൻ ഈ ഒരു ഗ്യാസ് മാത്രം, ഈ ഒരു അടുപ്പ് മാത്രം കാണിക്കുന്നത്. അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചേക്കണത് ക്യാമറ, അതുകൊണ്ടാട്ടോ. അപ്പം ഇപ്പൊ നല്ല അത്യാവശ്യം ഉപ്പായി. അപ്പൊ ഇതൊന്ന് തിളച്ച ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഞാൻ ഈ പിടി വൻപയർ വെച്ചുണ്ടാക്കിയ പിടി ഞാൻ ഓൾറെഡി എൻ്റെ ഈ ദേവികൃപ റെസിപ്പിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പണ്ട് കടല ഇട്ട് പിടി ഉണ്ടാക്കും, പിന്നെ അതുപോലെ മുതിര ഇട്ട് പിടി ഉണ്ടാക്കും, ചെറുപയർ ഇട്ട് പിടി ഉണ്ടാക്കും, ഇതൊക്കെ ഉണ്ടാക്കും. ഇതിനൊക്കെ വേറെ വേറെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ കടല ഇട്ട് ഉണ്ടാക്കണേൽ നമ്മൾ കുറച്ച്
ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വറുത്തരച്ചുണ്ടാക്കും. അതാണ് ചെറിയൊരു ഡിഫറൻസ്. അപ്പൊ എനിക്ക് നോക്കിയപ്പോ കുറച്ചുകൂടി ഒന്ന് മുളകും മല്ലിയും 1 സ്പൂണും കൂടി ഇട്ടാൽ കൊള്ളാന്ന് തോന്നുന്നു. അപ്പൊ അതും കൂടി ഞാൻ കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് പൊടിച്ചു വെച്ചേക്കണത്. മുളകും മല്ലിയും കൂടി ഒരുമിച്ച് പൊടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഓൾറെഡി ഇട്ടിട്ടാണ് വറുത്തത് തേങ്ങയില്. അപ്പൊ എനിക്കിത് കുറച്ചും കൂടി വേണം തോന്നി. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോ കാണാം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. അപ്പൊ ഓൾറെഡി നമ്മൾ കുക്ക്ഡ് ആക്കിയേ കണ്ടില്ലേ, ഇതെല്ലാം നന്നായി കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കണത് കേട്ടോ. അപ്പൊ എളുപ്പമായിട്ട് ഇതാ കണ്ടില്ലേ, ഓരോ ഉണ്ടകളായിട്ട് ഒരുമിച്ച് ഇടാം, പക്ഷെ തെറിക്ക് മേത്തേക്ക്. അതുകൊണ്ട് ഞാനിത് ചെറിയ ചൂടുണ്ട് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അപ്പൊ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിൽ കിടന്ന് ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുണ്ട്, കാരണം നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചത്. അപ്പോ നല്ലോണം സോഫ്റ്റ് ആണ്, പഞ്ഞി പോലെ ഇരിക്കുന്നു കേട്ടോ. അതെ കണ്ടില്ലേ, ഇതേ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഉണ്ടകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോ ഞാനൊരു 4 പേർക്കുള്ള പ്രപ്പോർഷനിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എത്രയാ, 2 പേർക്കോ അല്ലെങ്കിൽ 5 പേർക്കോ ഉണ്ടാക്കുമ്പോ നിങ്ങൾ ഈ എന്റെ ഒരു പ്രപ്പോർഷൻ നോക്കിയിട്ട് കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. കാരണം ഈ കൊഴുക്കട്ടാന്നല്ലേ ഇതിന് പറയാ, ഇത് അത്ര അധികം വേണ്ടി വരില്ല നമുക്ക്. ഞാനിപ്പോ എടുത്തത് ഒരു 2 ഗ്ലാസ് ആണ് എടുത്തത് കേട്ടോ. 2 കപ്പ്, ചെറിയ കപ്പിന് 2 കപ്പാണ് എടുത്തത്. അപ്പൊ അത്രയും വേണ്ടി വരില്ല. നിങ്ങൾക്ക് ഒരു 2 പേരാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കടായി എടുത്തത് ചെറുതായോ എന്നൊരു സംശയം. ഇല്ല, കറക്റ്റാ. കണ്ടില്ലേ, ഇപ്പൊ കടല ഇതില് കിടക്കുകയാണ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 2 ഉണ്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞു കേട്ടോ. അപ്പോ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇതും ഒന്ന് തിളക്കട്ടെ, തിളച്ചുകൊണ്ടിരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇനി ഒന്ന് ഇതൊക്കെ ഇട്ട ശേഷം ഇത് തിളച്ചു തുടങ്ങിയപ്പോ അത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് 2 ഇത് പഠിക്കാൻ പറ്റും ഇതിന്ന്. ഒന്നാമത് ഈ കടലക്കറി ഉണ്ടാക്കണ ഇതുപോലെ തന്നെയാണ് ഞാൻ പുട്ടിനും കടലക്കറി ഉണ്ടാക്കുക. അതേപോലെ തന്നെയാണ് ഇതിനും നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഒരു കടലക്കറി ഉണ്ടാക്കാൻ പഠിച്ചാൽ നമുക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതായത് തിളച്ചു തുടങ്ങി. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ, ഇതിൽ കുറച്ച് സംഭവങ്ങൾ ഇടാനുണ്ട്. ഞാൻ തേങ്ങാക്കൊത്ത് മാത്രം ഇട്ടിട്ടില്ല, കാരണം എന്റെ കയ്യില് തേങ്ങ ഇപ്പൊ പ്രസന്റില് തേങ്ങ എന്താ പറയാ, ഞാൻ ഓൾറെഡി ചിരവി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അപ്പൊ എന്റെ കയ്യിൽ തേങ്ങ ഇപ്പൊ പിന്നെ പൊട്ടിച്ചെടുക്കാനുള്ളതില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, തേങ്ങാക്കുത്ത് അല്ലാത്ത ബാക്കിയെല്ലാം കാണിക്കാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് ഞാൻ കാണിക്കണത് നിങ്ങളോട് കാണിച്ചിട്ടില്ല ഞാൻ. ദാ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി, അതും കൂടി ഇതിലിടുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇതൊന്നിരിക്കണം കേട്ടോ. അപ്പോഴേ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ആവുള്ളൂ. ഒന്ന് കുറുകും, അതായത് ഈ ബോളൊക്കെ ഒന്ന് ഇതില് പിടിക്കണം, ഈ ബോളില് കൊഴുക്കട്ടയില്. അപ്പൊ എനിക്ക് വേറൊരു കുഴി പറയാനുള്ളത്, ഞാൻ ഇത് ഉണ്ടാക്കാൻ കാരണം ഞങ്ങളുടെ 10th ബാച്ചിൽ എന്റെ ഒരു ഫ്രണ്ട് ലതാ മേനോൻ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോ ലത പറഞ്ഞപ്പോ ഞാൻ ലതോട് പറഞ്ഞു, ലത ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കാന്ന്. അപ്പൊ ലത പറഞ്ഞപ്പോ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി ഇതിനെക്കുറിച്ച്. അപ്പോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടേ നിങ്ങൾക്ക് ഞാൻ കാണിക്കാറുള്ളൂ, കാരണം എനിക്കൊരു പെർഫെക്ഷൻ കിട്ടിയാൽ മാത്രമേ ഞാനത് യൂട്യൂബിൽ ഇടാറുള്ളൂ. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ നാടൻ പലഹാരങ്ങളൊന്നും ഇപ്പൊ എല്ലാം ഈ ഫാസ്റ്റ് ഫുഡ് അല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരങ്ങളാണ്, ഇതാണ് റെസിപ്പീസാണ് ഇത്. ഇതൊക്കെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ദേവി കൃപ ചാനൽ കാണണം. അതുപോലെ തന്നെ ഇതിപ്പം നന്നായി തിളച്ചൂട്ട കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നത് വരെ ബായ്.